സുഹൃത്തുക്കളെ, ഇന്നത്തെ വർക്ക് ഈ കാണുന്നതാട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. നമ്മളെ കൂടെ കുട്ടിക്കോളി. കിണറുമായി ബന്ധപ്പെട്ട് എന്ത് വർക്ക് ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട. അതിന് താഴെ നമ്പർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെന്ന് നെറ്റൊക്കെ ഉണ്ട്. നെറ്റ് എടുക്കാൻ പറ്റിയ ഏറ്റവും സുഖം അതാട്ടോ. കാരണം നെറ്റ് എടുത്താൽ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നെറ്റ് ഞങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ച് നമ്മൾ മേലെ നിന്ന് താഴേക്ക് നമ്മളെ കൊണ്ട് എത്തുന്ന രീതിയിലുള്ളത് ഫുള്ള് നമ്മൾ അറുതി ഒഴിവാക്കി എല്ലൊക്കെ ക്ലിയർ ചെയ്ത് അതിന് ശേഷമായിട്ട് ഇറങ്ങുക. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും വർക്ക് നമുക്ക് കുറഞ്ഞിട്ടും മേലെ തന്നെ സുഖമായിട്ട് ചെയ്യലുണ്ടാക്കും. മറ്റേ ഒരാൾ കയറ് പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ മറ്റേ ആൾ റിസ്ക് പിടിച്ച് ചെയ്യണ്ട. അപ്പോൾ അത്രയും പിന്നെ മേലെ നിന്ന് ഏത് ചെയ്യുമ്പോൾ കണ്ണിലേക്കൊക്കെ ആവും. അപ്പോൾ മേലെ നിന്ന് എത്തുന്ന രീതിയിലുള്ളൊക്കെ വർക്ക് ആദ്യം ചെയ്തിട്ടാണ് ഇറങ്ങുക. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഷിയാബായത് കൊണ്ട് തന്നെ അവനക്കും ഇറങ്ങാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവനായിട്ടാണ് കൂടുതൽ ഇറങ്ങൽ. നമ്മൾ മേലെ നിൽക്കുന്ന ആളും എന്തെങ്കിലും എയിമില്ലാത്തതിനാണെങ്കിൽ അടിയിൽ നിൽക്കുന്നവർക്കും പണി കിട്ടും. അപ്പം നമ്മൾ രണ്ട് മൂന്ന് കയറ് പിടിക്കാനുണ്ടാവും. അതേപോലെ കത്തിയും എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്താൽ വെക്കേണ്ടി വരും. ആ ബക്കറ്റിൻ്റെ കയറ് പിടിക്കേണ്ടി വരും. അതൊക്കെ ചെറിയ തോതിൽ എയിമെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ വർക്ക് ഫുൾ കണ്ടില്ലേ, ഫുള്ള് പുല്ലൊക്കെ പറിച്ച് ഫുള്ള് ചുറ്റുഭാഗം അടിച്ചു വാരി ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോവുക. അവിടെ താഴെത്തിട്ടുണ്ട് ഫുള്ള് ഭാഗം അടിച്ചു വാരിയിട്ടാണ് പോകും. അപ്പോൾ ഈ അടിച്ചു വരുന്ന സമയത്ത് കുറച്ചൊക്കെ ചണ്ടികൾ താഴേക്ക് പോകും കേട്ടോ. അതൊക്കെ നമ്മൾ നെറ്റ് നമ്മളെ അടുത്ത് അരിപ്പ വെച്ചിട്ട് ഫുള്ള് അരിച്ച് എടുത്തിട്ട് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിണറുമായി വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാൻ മറക്കരുത്. അതാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് കൂടെ നമ്മൾ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കണ്ടില്ലേ, ഫുള്ള് അടിച്ചു വാരണത് നമ്മൾ അടിച്ചു വാരി അതിന് ശേഷം ചണ്ടി വീണത് ബക്കറ്റിലേക്ക്, വലിയ ചണ്ടി ആദ്യം ബക്കറ്റിലേക്ക് കൈ കൊണ്ട് തന്നെ ഇടുക കേട്ടോ. ഇതൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് ചെറുത് നമ്മൾ എടുക്കാൻ വേണ്ടി അരിപ്പ ഇറക്കി കൊടുക്കുക. എന്നിട്ട് അരിപ്പ വെച്ചിട്ട് ആ ചണ്ടികൾ ഫുള്ള് ക്ലിയർ ചെയ്യും. അപ്പം കിണറുമായി വർക്ക് ഉണ്ടെങ്കിൽ വിളിച്ചോളി. ഫുള്ള് കഴിഞ്ഞ് നെറ്റൊക്കെ ഇട്ട് വലക്കെട്ട് ഫുൾ വർക്ക് കഴിഞ്ഞ് ഫിനിഷായി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.